സമൂഹത്തിൽ നാം ഒന്ന് ശ്രദ്ധിച്ചാൽ പണക്കാര് വീണ്ടും വീണ്ടും പണക്കാരാകുന്നതും പാവപ്പെട്ടവർ വീണ്ടും വീണ്ടും പാവപ്പെട്ടവരായി തന്നെ ജീവിക്കുന്നതും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. എന്താണ് അതിൻ്റെ കാരണം? പണത്തിൻ്റെ ഒരു മനഃശാസ്ത്രമുണ്ട്. അത് നാം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പണം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കൂ. അതേപോലെ തന്നെ ആ നേടിയെടുക്കുന്ന പണം നിലനിർത്താനും പണത്തിൻ്റെ ആ മനഃശാസ്ത്രം നാം അറിയണം. പണത്തിനോട് നമുക്ക് സ്നേഹമല്ല ഉണ്ടാകേണ്ടത്. പണത്തോട് സ്നേഹമുണ്ടായാലുള്ളൊരു പ്രശ്നം, നാം ധാരാളം പണം നേടും, പക്ഷേ ആ പണം നാം ഉപയോഗിക്കാതെ സൂക്ഷിക്കുമെന്നുള്ളതാണ്. സ്നേഹം കൂടി പോയാൽ ഉള്ള പ്രശ്നം അതാണ്. ഭിക്ഷക്കാരായിട്ടുള്ള ആൾക്കാർ, തെരുവിൽ കിടക്കുന്ന ആൾക്കാർ മരിച്ച സമയത്ത് അവരുടെ ഭാണ്ഡക്കെട്ടിനകത്ത് ലക്ഷക്കണക്കിന് രൂപ കിട്ടിയതായിട്ടുള്ള വാർത്തകളൊക്കെ നാം വായിച്ചിട്ടില്ലേ? അവർക്ക് പണത്തോട് ഉണ്ടായ വികാരം സ്നേഹമാണ്. അതുകൊണ്ടാണ് അവർ ആ പണം ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെച്ചത്. സ്നേഹം കൂടിപ്പോയാലുള്ളൊരു പ്രശ്നം അതാണ്. അത് ഉപയോഗിക്കാൻ മനസ്സ് വരികയില്ല. കാരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ തീർന്നു പോകുമല്ലോ. അതുകൊണ്ട് അത് ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കും. പണത്തോട് വേണ്ടുന്നത് ബഹുമാനമാണ്. പണക്കാരായിട്ടുള്ള വ്യക്തികൾക്കുള്ളത് ആ ബഹുമാനമാണ്. പാവങ്ങളായിട്ടുള്ള ആൾക്കാർക്കില്ലാത്തതും ആ ബഹുമാനമാണ്. നമുക്കറിയാം, ഇന്ന് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ ജോലിക്ക് നല്ല കൂലിയുണ്ട്. മിക്ക എല്ലാ ജോലിക്കും നല്ല കൂലി ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഒരു ദിവസം 2000, 1500 രൂപയ്ക്കൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് പോലും ദാരിദ്ര്യമാണ്. എന്താണ് കാരണം? അവർ ഒരാഴ്ച ജോലി ചെയ്ത് പൈസ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ 2 ആഴ്ച ജോലിക്ക് പോവില്ല. സാധാരണ ആൾക്കാർ അഭിമാനത്തോടെ പറയുന്നൊരു ഡയലോഗാണ്, അന്നന്ന് കൊണ്ടുവരുന്നത് കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നതെന്ന്. അന്നന്ന് എത്ര കിട്ടിയാലും അത് തീർക്കുക എന്നുള്ളതാണ് സാധാരണക്കാരൻ്റെ മനോഭാവം. അതുപോലെ നാം പണക്കാരെ സംബന്ധിച്ച് പറയുന്ന ഒരു കാര്യമാണ്, പണം ചെലവഴിക്കാൻ പിശുക്ക് കാണിക്കുന്നത് പണക്കാരാണ് എന്ന് നാം പറയാറുണ്ട്. എന്താണ് അതിൻ്റെ കാരണം? അവർക്ക് പണത്തോട് ബഹുമാനമുണ്ട്. പണത്തിനൊരു പ്രത്യേകതയുണ്ട്, എന്നും ഒരുപോലെ നമ്മളിലേക്ക് പണം വരില്ല. അപ്പോൾ പണം വരുന്ന സമയത്ത് നാം നാളേക്ക് വേണ്ടി കരുതി വെക്കണം. അതാണ് പണത്തോട് നമുക്ക് ബഹുമാനം ഉണ്ടെങ്കിലുള്ള ഗുണം. നാം പണത്തെ ആവശ്യത്തിന് മാത്രം ചെലവാക്കും. തീരെ ചെലവാക്കാതിരിക്കുന്നത് മണ്ടത്തരമാണ്. ആവശ്യത്തിന് ചെലവാക്കണം, ദുർവ്യയം കാണിക്കരുത്. ലോട്ടറി എടുത്തും മദ്യപിച്ചും ഏറ്റവും കൂടുതൽ പണം കളയുന്നത് പണക്കാരെ അപേക്ഷിച്ച് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ തന്നെയാണ്. അവർക്ക് പണത്തോട് ആ തരത്തിലുള്ളൊരു ബഹുമാനമില്ല. പണത്തോട് പണക്കാർക്ക് ബഹുമാനം വരുന്നതിന് രണ്ടാമതൊരു കാരണം കൂടിയുണ്ട്. സാധാരണ മനുഷ്യരെല്ലാവരും പണം ഉപയോഗിച്ച് തങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ടാണ് നോക്കുന്നത്. നമുക്ക് പണം കിട്ടുമ്പോൾ നാം ചിന്തിക്കുന്നത് നാം കണ്ടിട്ടുള്ള പണക്കാർ ജീവിക്കുന്ന പോലെ, സമ്പന്നരായിട്ടുള്ള ആൾക്കാർ ജീവിക്കുന്നത് പോലെ ആകാൻ വേണ്ടി ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. സമ്പന്നത ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി എന്താണ് ചെയ്യുന്നത്? വില കൂടിയ വസ്തുക്കൾ വാങ്ങും. സമ്പത്ത് കയ്യിലേക്ക് കിട്ടുമ്പോൾ, അപ്രതീക്ഷിതമായിട്ട് നമ്മുടെ കയ്യിലേക്ക് പണം വരുമ്പോൾ, പുതിയ വീട്, പുതിയ കാറ്, പുതിയ വാച്ച്, പുതിയ ഫോണ്, പുതിയ ഡ്രസ്സുകൾ, അങ്ങനെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ ഉയർത്തി മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പണക്കാരനാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് സാധാരണക്കാരൻ നോക്കുന്നത്. അതേസമയം യഥാർത്ഥ സമ്പന്നരെന്താണ് ചെയ്യുന്നത്? യഥാർത്ഥ സമ്പന്നര് അവരുടെ കയ്യിൽ കിട്ടുന്ന പണം അവർക്കൊരു ടൂളാണ്, ഒരു ഉപകരണമായിട്ടാണ് അവർ പണത്തെ കാണുന്നത്. അവർ പണം ഉപയോഗിച്ച് വീണ്ടും വീണ്ടും പണം വർദ്ധിപ്പിക്കുന്ന പ്രവർത്തനത്തിലാണ് അവർ ഏർപ്പെടുന്നത്. പണം വർദ്ധിപ്പിക്കാനുള്ള തന്ത്രങ്ങൾ അവർക്കറിയാം. അവർ ശരിയായ മേഖലയിൽ മാത്രമേ നിക്ഷേപിക്കൂ. ആരെങ്കിലും വന്ന് പറയുന്നത് കേട്ട് അവർ നിക്ഷേപിക്കില്ല. അവർക്കറിയാവുന്ന മേഖലയിൽ മാത്രമേ അവർ നിക്ഷേപിക്കൂ. അതേപോലെ തന്നെ ബിസിനസ്സുകളെല്ലാം നടത്തുന്നത് ആരാണ്? സമ്പത്തുള്ള ആൾക്കാരാണ് ഭൂരിഭാഗവും വലിയ ബിസിനസ്സുകൾ നടത്തുന്നത്. അവരുടെ കയ്യിലുള്ള പണം ഉപയോഗിച്ച് മറ്റുള്ളവരുടെ സമയവും കഴിവും അറിവും എനർജിയും ഉപയോഗിച്ചിട്ടാണ് അവർ അവരുടെ ബിസിനസ്സിനെ വളർത്തുന്നത്. മറ്റുള്ളവർക്ക് ജോലി കൊടുത്ത് അവരുടെ കഴിവും സമയവും അറിവും എല്ലാം ഉപയോഗിച്ചിട്ടാണ് അവർ വളർന്നു വരുന്നത്. അങ്ങനെ അവരുടെ പണം ഉപയോഗിച്ച് വീണ്ടും പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ അവർ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് സമ്പന്നരുടെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതേപോലെ തന്നെ ദരിദ്രരായിട്ട് ജീവിക്കുന്ന ആൾക്കാർ, സമ്പത്ത് നേടാൻ പറ്റാത്ത ആൾക്കാർക്ക് സമ്പത്തിനോടുള്ള അവരുടെ കാഴ്ചപ്പാടിന്റെ ഭാഗമായിട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരാൾ ഗൾഫിൽ പോയി നന്നായിട്ട് പണം സമ്പാദിച്ചു എന്ന് വിചാരിക്കുക. സാധാരണക്കാർ അയാളെ പറ്റി എന്തായിരിക്കും അഭിപ്രായം പറയുക? അവൻ ഗൾഫിൽ പോയി അറബിയെ പറ്റിച്ച് കുറെ പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയും. ശരിയല്ലേ? ഗവൺമെന്റ് ജോലി ചെയ്ത് പണം ഒരാൾ നേടിയാൽ അയാളെ പറ്റി എന്താ അഭിപ്രായം പറയും? അത് കൈക്കൂലി വാങ്ങിച്ചിട്ടാണെന്ന് പറയും. ബിസിനസ് ചെയ്താണ് ഒരാൾ പണം സമ്പാദിക്കുന്നതെങ്കിൽ അയാളെ പറ്റി എന്താണ് അഭിപ്രായം പറയുക? നാട്ടുകാരെ പറ്റിച്ച പൈസയാണെന്ന് പറയും. അത് വളരെ തെറ്റായിട്ടുള്ളൊരു കാഴ്ചപ്പാടാണ്.
ശരിക്കും സമ്പന്നരാകുന്ന വ്യക്തികൾ എങ്ങനെയാണ് സമ്പന്നരാകുന്നതെന്ന് ചോദിച്ചാൽ, അവരുടെ മുമ്പിൽ ഒരാൾ സമ്പത്ത് ക്രിയേറ്റ് ചെയ്താൽ ആ ആള് ക്രിയേറ്റ് ചെയ്ത പണം തെറ്റായ വഴിക്കാണ് എന്ന് പറഞ്ഞ് അതിലേക്ക് ശ്രദ്ധിക്കാതെ ഇരിക്കുന്ന ഒരു മാനസികാവസ്ഥയല്ല സമ്പന്നർ കാണിക്കുന്നത്. അവരെ എന്ത് മാർഗത്തിലൂടെയാണ് മറ്റുള്ളവർ പണം നേടിയത് എന്ന് പഠിച്ചിട്ട് അതേ കഴിവുകളും അറിവുകളും ആർജിക്കാനാണ് അവർ ശ്രമിക്കുന്നത്. പണത്തെ സംബന്ധിച്ച് സാധാരണക്കാരന്റെ സൈക്കോളജിയിലുള്ള മറ്റൊരു തെറ്റിദ്ധാരണയാണ് ഭാഗ്യം കൊണ്ടാണ് പണം കിട്ടുന്നതെന്ന്. ഭാഗ്യം കൊണ്ടല്ല പണം കിട്ടുന്നത്. ഭാഗ്യമെന്ന് പറയുന്നത് ശരിയായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്യാനുള്ള പ്രേരണ കിട്ടുന്നത് ഭാഗ്യം കൊണ്ടാണ്. കാരണം പണം ഉണ്ടാക്കാനുള്ള ശരിയായ മാർഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നത്, അങ്ങനെ പോസിറ്റീവായിട്ട് അവർക്ക് ചിന്തിക്കാൻ സാധിക്കുന്നതാണ് ഭാഗ്യം. അല്ലാതെ ഭാഗ്യം കൊണ്ട് പണം കിട്ടുകയല്ല ചെയ്യുന്നത്. ഒരാൾക്ക് പണം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ അദ്ദേഹം അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നം നടത്തിയിട്ട് തന്നെയാണ് പണം കിട്ടുന്നത്. അതല്ലാതെ അനർഹമായി ഒരാൾക്ക് പണം കിട്ടിയാൽ ഉറപ്പാണ് ആ പണം നിലനിൽക്കില്ല. ആ പണം നഷ്ടപ്പെട്ടിട്ട് ആ വ്യക്തി ദരിദ്രനായിട്ട് മാറും. നമുക്കറിയാം, ലോട്ടറി അടിച്ചൊക്കെ പണക്കാരായ ധാരാളം പേരെ നാം നമ്മുടെ സമൂഹത്തിൽ കണ്ടിട്ടില്ലേ? കുറച്ച് കഴിയുമ്പോൾ ആ പണം ഒക്കെ നഷ്ടപ്പെട്ടിട്ട് അവർ പഴയ ദാരിദ്ര്യാവസ്ഥയിലേക്ക് തന്നെ എത്തുന്നത് അത്തരക്കാരുടെ ജീവിതത്തിൽ നമുക്ക് ധാരാളം കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പണം നേടാനുള്ള ഏറ്റവും ശരിയായിട്ടുള്ള മാർഗം പണത്തെ നാം ബഹുമാനിക്കുക. എങ്ങനെയാണ് പണം ഉണ്ടാക്കുന്നത്? നമ്മുടെ സ്കില്ലും നമ്മളുടെ അറിവും വർദ്ധിപ്പിച്ചുകൊണ്ടാണ് നാം പണം നേടേണ്ടത്. അതേപോലെ തന്നെ നാം ഒരു വ്യക്തി നമ്മളുടെ മാത്രം കഴിവുകൊണ്ട് പണം സമ്പാദിക്കുന്നതിന് ഒരു പരിധിയുണ്ട്. മറ്റുള്ളവരുടെ കഴിവുകൾ കൂടി ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള പ്രവർത്തന പദ്ധതികൾ കൂടി നാം ഉൾപ്പെടുത്തിയാൽ തീർച്ചയായും എല്ലാവർക്കും അവരുടെ ജീവിത സാഹചര്യത്തിൽ അവരാൽ കഴിയുന്ന വിധം സമ്പത്ത് വർദ്ധിപ്പിക്കാൻ വേണ്ടി കഴിയും. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം.